അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക് പറയുക സെലക്ട് എനിക്കത്തെ വിഷയ പെരുന്നാൾ നിസ്കാരത്തെ വിഷയത്തിലായിട്ടിക്കട്. പെരുന്നാൾ നിസ്കാര എങ്ങനെ നീയത്ത് വെക്കണം, എത്ര തക്ബീർ ചൊല്ലണം, എത്ര റക്അത്ത്, ഏത് സൂറത്ത് ഓതണം, ഇങ്ങനത്തെ വിഷയ. അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ അണ്ടത്തെ ഒരു ചട്ടുവട്ടിക്ക് എങ്ങനെ ആയിട്ടിക്കണം, എന്ത് രണ്ട് പ്രത്യേകമായ ഒരു വിശേഷത്തെ ഉള്ള വിഷയ ഇതായിട്ടിക്കട് ഇന്നത്തെ ഈ വീഡിയോയിൽ ചൊല്ലുക ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. നാം ഇപ്പോൾ വീഡിയോ ആക്കിക്കൊണ്ടുള്ളത് പെരുന്നാളിലെ ജാവായിട്ടിക്കട്, അതായത് നാളെ പെരുന്നാൾ ഇന്ന് ജാവായിട്ടിക്കട് ഞാൻ വീഡിയോ ആക്കിക്കൊണ്ടുള്ളത്. ഈ വീഡിയോ ആക്കി അതേ ടൈമിൽ ഞാൻ അപ്ലോഡ് ആക്കി വിട്രെ. ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ കിട്ടും നിങ്ങൾക്ക് ഗൊന്തില്ല. ഈ ജാവ് കിട്ടിയെങ്കിൽ അതൊന്ന് കണ്ടിട്ട് കേട്ടിട്ട് വെക്കണോ, സുബൈക നിസ്കരിക്കും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവും. അല്ലെങ്കിൽ ഇതിന്റെ ബഗയിൽ ഗൊന്തില്ലാത്തങ്ങ ഗൊന്തുള്ളങ്ങൾട്ട് കേട്ടിട്ട് പഠിച്ചിട്ട് പെരുന്നാൾ നിസ്കരിക്കണം. പിരിസത്തെ മോമിനിങ്ങളെ വിഷയത്തിൽ കടന്നു വേണ്ട. പെരുന്നാൾ നിസ്കാര സുന്നത്തായ എനിക്കത്തെ ഒരു കാര്യമായിട്ട് ഇക്കട്. പെരുന്നാൾ നിസ്കാരത്തെ ടൈമോ സാധാരണ ഞങ്ങൾ ദുഹാ നിസ്കരിക്കുന്ന ടൈമില്ല, അതായത് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ പിന്നെ അതായിട്ട് പെരുന്നാൾ നിസ്കാരത്തെ ടൈം. അങ്ങനെ നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കുവാനായിട്ട് തയ്യാറാവണം. പെരുന്നാൾ നിസ്കാരത്തെ നീയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അള്ളാഹു താല വേണമായിട്ട് ഞാൻ നിസ്കരിക്കറേ ചെന്നിട്ട് നീയത്ത് വെച്ചിട്ട് കൈ കെട്ടണം. കൈ കെട്ടിട്ടായ പിന്നെ വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിയിട്ട് ഫസ്റ്റ് റക്അത്ത് വജ്ജഹത്ത് ഓതിയ പിന്നെ 7 തക്ബീർ ഞങ്ങൾ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ കൈ കെട്ടിട്ട് ഓരോ തക്ബീറയും ഇടല് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലണം. അങ്ങനെ 7 തക്ബീറായ പിന്നെ ഫാത്തിഹ ഓതണം. പിന്നെ സൂറത്ത് ഓതണം. ഓതനായ സൂറത്ത് ഫസ്റ്റ് റക്അത്തിൽ സൂറത്തുൽ അഅല, അതായത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ചൊല്ലാനിക്കത്തെ സൂറത്ത്. ആ സൂറത്ത് നിങ്ങൾക്ക് ഗൊന്തില്ലെങ്കിൽ ഗൊന്തുള്ള വേറെ ഏത് സൂറത്ത് ഓതിയെങ്കിലും ആവും. സൂറത്ത് ഓതി കൂലി കിട്ടും. അങ്ങനെ 6 റക്അത്ത് പൂർത്തിയാക്കണം. നോർമൽ സുന്നത്ത് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് പൂർത്തിയാക്കണം. 2ാമത്തെ റക്അത്ത് ഞങ്ങൾ മേൽക്ക് വരണം. വന്നിട്ട് നിന്റെ പിന്നെ ഖിയാമത്ത് എത്തിയ പിന്നെ 5 തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓരോ തക്ബീർ ഇടലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലണം. അങ്ങനെ ഫാത്തിഹ ഓതണം. ഫാത്തിഹൽ പിന്നെ ഹൽ അതാക ഹദീസുൽ ഗാശിയ ചൊല്ലണക്കത്തെ സൂറത്ത് ഞങ്ങൾ ഓതണം. ഈ സൂറത്ത് ഗൊന്തില്ലേ വേറെ ഏത് സൂറത്ത് ഓതിയെങ്കിലും സൂറത്ത് ഓതിയ കൂലി ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇനി ഇൻ കേസ് ഈ ചൊല്ലണായ ഫസ്റ്റ് റക്അത്തിൽ 7 തക്ബീറുണ്ട്, 2ാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലണം. തക്ബീർ നിങ്ങൾക്ക് മറന്നു പോയിട്ട് നിങ്ങൾ ഫാത്തിഹ കടന്നു പോയാൽ അപ്പം നിങ്ങൾ റിട്ടേൺ വന്നിട്ട് ഫാത്തിഹ ഈ തക്ബീർ ചൊല്ലണം. അങ്ങനെ ചൊല്ലണ്ട. ഫാത്തിഹ കടന്നെങ്കിൽ നോ പ്രോബ്ലം. നിസ്കാരത്തിന് എന്ത് പ്രോബ്ലം ഇല്ല. പെരുന്നാൾ നിസ്കരിച്ച് കൂലി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ പോകണം. അങ്ങനെ നിസ്കാരമെല്ലാം പൂർത്തിയാക്കി പിന്നെ ദ്വാരക്കോടും നല്ല ഒരു ഇജാബത്തുള്ള എനിക്കത്തെ ടൈം ആയിട്ടിക്കട്ടെ പെരുന്നാൾ ദ്വാക്ക് ഇജാബത്തുള്ള ടൈം. പെരുന്നാൾ നിസ്കരിച്ച പിന്നെ ഞങ്ങൾ ഔത്തുക പണ്ട് അതിഥിമാരെ നല്ല ഇൻട്രസ്റ്റിൽ ഞങ്ങൾ സ്വീകരിക്കണം. ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഔത്തുകെല്ലാം പോകണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾമാരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് നല്ല പോലെ ചിരിച്ചിട്ട് മുണ്ടിട്ട് ഒന്ന് ടൈമൊന്നും ഞങ്ങൾ സ്പെൻഡ് ആക്കണം. അണ്ടത്തെ നാൾ യൗമുൽ ഫറഹ് സന്തോഷിക്കണായനക്കത്തെ നാൾ, യൗമു സുറൂർ കൊസിപ്പടനായനക്കത്തെ നാളായിട്ടിട്ട്. അപ്പം അണ്ടത്തെ നാൾ ഞങ്ങൾ എല്ലാട്ടും മുണ്ടണം. 6 അറസ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഞങ്ങളെ സലാം ചെന്നിട്ട് കൈ കൊടുക്കണം. അങ്കായിട്ടിട്ട് വലിയ കൂലി ഉള്ളത്. അപ്പം പിരിസത്തെ മോമിനിങ്ങളെ അങ്ങനെ എല്ലാം ആയിട്ട് അണ്ടത്തെ നാൾ 6 അറസ വെക്കണായ നാളല്ല. പെരുന്നാൾ നാൾ നോമ്പ് പോലും ഹറാമാക്കിയത് കാരണം എന്തോ, നോമ്പ് പിടിച്ചൊക്കെ സ്വാഭാവികമായിട്ട് ബച്ചലും ഒരു ബേജാറിലേക്ക് അതെല്ലാം ഇക്കോ തീര അണ്ടത്തെ നാൾ കുസിപ്പെടായ നാളായത് കൊണ്ടായിട്ട് നോമ്പ് ഹറാമാക്കിയത്. അപ്പം നിങ്ങൾ എന്താക്കണോ, നല്ല കുസിക്കണം എല്ലാട്ട. ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തറവുണ്ടാ കട അണ്ട് നാൾ കേൾക്കണ്ട, പിറ്റാണ്ട് നിങ്ങൾ കേൾക്കോളൂ. പെരുന്നാളിലുണ്ട് അങ്ങനത്തെ ഹാപ്പിലി കട്ട് അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളെങ്കിൽ നിങ്ങൾ ആവണം. അപ്പം പെരുന്നാളിലുണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കരിച്ചിട്ടുള്ള ആയാൽ പിന്നെ കുടുംബത്തോടെല്ലാം പോകണം. പ്രത്യേകമായിട്ടും ഞങ്ങളെ ഉമ്മമാർ ബാപ്പമാർ മൗത്തായ അങ്ങ് ഖബറിസ്ഥാനിലേക്കുവാർ അങ്ങോടെ കിടന്നിട്ട് കാത്തോണ്ടിക്കുവാർ. നല്ല നല്ല നാള് വരുമ്പോൾ എൻ്റെ മക്ക എൻ്റെ ഖബറിന്റെ മുട്ട വന്നിട്ട് ദ്വാരക്കുവാറല്ലേ ആ നല്ല ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തോണ്ടിക്കുന്ന ടൈമിൽ ഞങ്ങൾ എന്താക്കണം, അങ്ങനെ ഖബറിന്റെ മുട്ട പോകണം. അങ്ങ് വേണമായിട്ട് ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, കുൽഹുവല്ലാഹു സൂറത്തെല്ലാം ഓതിട്ട് അല്ലാഹു തന്നങ്ങ അങ്ങ് വേണമായിട്ട് അങ്ങനെ ദറജ വർദ്ധിപ്പിക്കോ വേണമായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം സ്വർഗത്തിൽ കൊണ്ടുവന്നു ചെന്നിട്ട് അല്ലാഹു തന്നങ്ങ ദുആർക്കണം. ഖബർസ്ഥാനക്ക് പോയിട്ട് ഞങ്ങളെ ഉമ്മമാർക്ക് വേണമായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം സഹിച്ച ആൾമാരായിട്ട് കിടാറ് അങ്ങ് വേണമായിട്ട് ഞങ്ങ ഒരു ഹെൽപ്പ് ഞങ്ങൾ ഇങ്ങനത്തെ രൂപത്തിലാക്കി കൊടുക്കണം. അതായ പിന്നെ ഞങ്ങൾ എന്താക്കണം, നല്ല പോലെ ഉച്ചകളെ നല്ല ചോറാക്കണം. ചോറെല്ലാം ആക്കുമ്പോൾ ഞങ്ങളെ മുട്ടത്തിലുള്ള ഞങ്ങളെ ആൾമാരെല്ലാം ഒന്ന് വിളിക്കണം. ഞങ്ങളെ ഒത്തും ചോറാക്കിട്ടിക്കൂ ആയെങ്കിലും നിങ്ങളെ ഒത്തുക്ക് വിളിക്കണം. അത് വിളിക്കരുത് ഒരു വലിയ വറക്കത്തുള്ള വിഷയമായിട്ടിക്കട്. ആൾമാരൊന്ന് നിസ്കരിച്ചിട്ടല്ല വരുമ്പോൾ വേറെ ഒത്തുക്ക് ചോറിനോ കൊണ്ടല്ല വിളിക്കണം. ഞങ്ങൾ ഭാരി ഒരു നല്ല കാര്യമായിട്ടിക്കട്. അണ്ടത്തെ നാളും ചൊല്ലുമ്പോൾ അത് നാളുടെ ഫലായിൽ ചൊന്ന് തീർക്കോ സാധ്യമില്ലാത്തത്ര ഒരു ബർക്കത്തായിട്ട് അല്ലാഹു തആല കൊടുത്തത്. ആ നാൾ നല്ല
നല്ല ഒരു നാളാവണോ. അങ്ങനെ എല്ലാ നിലക്കും സന്തോഷവും പരസ്പര പിരസപ്പാടുമല്ല കാട്ടവും ചൊല്ലവും ഉള്ളടക്കത്തെ ഒരു നാളാവണം. നിങ്ങൾ ചെറിയ ചെറിയ മക്കൾ കഴിക്കുവാറ് അങ്ങനെ നിങ്ങൾ നല്ലൊരു ഹദിയ കൊടുക്കണം. അങ്ങനെ നോമ്പ് പിടിച്ച മക്കളല്ലേ, അപ്പൊ നല്ല ഒരു പെരുന്നാൾ ഒരു കൊസിപ്പ് അങ്ങനെ മനസ്സിൽ ഒരു കൊസിട്ടോ ഇട്ട് കൊടുക്കുവാനായിട്ട് ഒരു നല്ലൊരു ഹദിയ കൊടുക്കണം. ആ മക്ക ആ പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷമാവും. ആ സന്തോഷം അല്ലാഹു ആ ബണ്ടനക്കത്തെ സന്തോഷമായിട്ട് കിട്ടും. ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യരെ ഹൃദയത്തിൽ കൊസിയാവുരൻകത്തെ പണി നിങ്ങൾ ആക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല കാര്യത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.